സിവിൽ സർവൻസിനിടയിലെ കൈക്കൂലി എന്ന ചർച്ചാ വിഷയമാണ്. ഇപ്പോൾ ഒരു IAS കയ്യിൽ നിന്ന് പിടിച്ചത് വൻ തുകയാണ്. അയാൾ ഓഫീസിൽ നിന്ന് കണ്ടെത്തിയത് അതിൻ്റെ 3-4 ഇരട്ടിയും. വലിയ വാർത്തയാണല്ലോ സാർ ഈ പുറത്തു വരുന്നത്. ഒഡീഷയിൽ ഈ IAS പിച്ച വെച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. സബ് കളക്ടറാണ്. അപ്പോൾ ആദ്യത്തെ പോസ്റ്റിംഗ് ആണത്. ധീമൻ ചക്മ. ഈ ധീമൻ ചക്മ ധർമ്മഗഡിലെ സബ് കളക്ടറാണ്. ധർമ്മഗഡ് എന്ന് പറയുന്നത് കാളഹന്തി ജില്ലയിലാണ്. അതൊരുപാട് ദാരിദ്ര്യത്തിനൊക്കെയാണ് പണ്ട് പത്രങ്ങളിൽ സ്ഥലം പിടിച്ചിരുന്നത്, ഈ കാളഹന്തി ജില്ല എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ ധർമ്മഗഡിലെ സബ് കളക്ടറാണ് ഒരു ബിസിനസ്സുകാരൻ്റെ കയ്യിൽ നിന്ന് 20 ലക്ഷം രൂപ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ട് ഈ ഞായറാഴ്ച 20 ലക്ഷം രൂപ ചോദിച്ചു. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ഗഡു 10 ലക്ഷം രൂപ ബിസിനസ്സുകാരൻ കൊണ്ട് കൊടുത്തത് വിജിലൻസിനെ അറിയിച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ 2 കൈയും മുക്കിയപ്പോൾ പിങ്ക് കളറായി കളർ വന്നു. അപ്പോൾ അതൊരു കെണി വെച്ചിട്ട് പിടിച്ചതാണ്. ഗവൺമെൻറ് ക്വാർട്ടേഴ്സിൽ ആണ് ഉണ്ടായിരുന്നത്. ഇയാൾ വീട്ടിൽ കൊണ്ടുപോയിട്ടാണ് കൊടുത്തത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഓഫീസിൽ നിന്ന് റെയ്ഡ് നടത്തി കഴിഞ്ഞപ്പോൾ ഓഫീസിൻ്റെ അകത്ത് 47 ലക്ഷം രൂപ ക്യാഷായിട്ട് ഓഫീസിൽ നിന്നും കിട്ടി. അത് വേറെ എവിടെയും കടത്തുകയോ ഒന്നും ചെയ്തിരുന്നില്ല, ഓഫീസിൽ ഇങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു. 2021 ബാച്ചിൽ IAS ത്രിപുരയിൽ നിന്നുള്ള ആളാണ്. അഗർത്തല NITയിൽ പഠിച്ച ആളാണ്. NITയിൽ നിന്നിറങ്ങിയ ആളുകൾക്കൊക്കെ പൊതുവെ നല്ല അഭിപ്രായം ഉള്ള ആളാണ് അവിടെയൊക്കെ. 2024 ജനുവരി മുതൽ ഈ ആദ്യത്തെ പോസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഈ സബ് കളക്ടറായിട്ട് ധർമ്മഗഡിൽ നിൽക്കുകയാണ്. അപ്പോൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്നുള്ള ബിരുദധാരിയാണ്. അപ്പോൾ ഈ ബിസിനസ്സുകാരനെതിരെ നടപടിയെടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഈ 20 ലക്ഷം രൂപ വാങ്ങുന്നത്. പുതുതായിട്ട് എന്തെങ്കിലും ബിസിനസ് തുടങ്ങുന്നതുമായിട്ട് ബന്ധപ്പെട്ടതല്ലിത്. നടക്കുന്ന ബിസിനസ് അതിനെതിരെ നടപടിയെടുക്കും എന്ന് പറഞ്ഞിട്ട് എന്ത് ബിസിനസ്സാണെന്നുള്ളത് റിപ്പോർട്ടുകളിൽ വന്നിട്ടില്ല. ജൂൺ 3-ാം തീയതി ഇയാൾക്കെതിരെയുള്ള കേസ് എടുത്തിരുന്നു. 1988 പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ അഴിമതി നിരോധന നിയമത്തിലെ 7-ാം വകുപ്പ് പ്രകാരമാണ് അറസ്റ്റും കാര്യങ്ങളും നടന്നിട്ടുള്ളത്. അപ്പോൾ ബിസിനസ്സുകാരനെ വീട്ടിലേക്ക് വിളിച്ച് ഈ പണം മേടിച്ചിട്ട് ഇയാൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ മേശ വലിപ്പിലേക്ക് ഇട്ടു, ഇത് ഡ്രോയറിലേക്ക് ഇട്ടു. 26 കെട്ട് 100 രൂപയുടെ നോട്ട് ഇയാൾ എണ്ണിയിട്ടാണ് ഈ മേശവലിപ്പിലേക്ക് ഇട്ടത് എന്ന് റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. ഇയാൾ മുമ്പ് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിൽ ഒഡീഷയിൽ തന്നെ മയൂർഭഞ്ചിൽ ജോലി ചെയ്തിരുന്നു. എന്നിട്ട് ഒന്നും കൂടി അധ്വാനിച്ചിട്ടാണ് IAS കിട്ടിയത്. അപ്പോൾ ഈ വർഷം ആദ്യം ഈ IASകാരിങ്ങനെ പിടിയിലാകുന്ന ആദ്യമൊന്നുമല്ല. ഈ ഒരുപാട് പിടിയിലായിട്ടുണ്ട്, ഒരുപാടുണ്ട്. ഈ വർഷം ആദ്യം തന്നെ അഭിഷേക് പ്രകാശ്, ഉത്തർപ്രദേശിലെ അഭിഷേക് പ്രകാശ് എന്ന് പറഞ്ഞ IASകാരൻ സസ്പെൻഷനിലായിട്ടുണ്ട്. 5% കമ്മീഷൻ എല്ലാത്തിലും പറ്റുന്ന ആളായിട്ടാണ് അറിയപ്പെട്ടിരുന്നത്. ഒരു സോളാർ പദ്ധതി അതിൽ കോഴ ചോദിച്ചിട്ടാണ് അതിൻ്റെ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് സസ്പെൻഡ് ചെയ്തത്. ഇയാൾ ഒരുപാട് കോടി പണം ഉണ്ടാക്കിയതായിട്ടാണ് പറയുന്നത്. പിന്നെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെ ഓഫീസിൽ പരാതി കിട്ടി. ആ പരാതി കിട്ടിയിട്ട് തുടർന്നുള്ള അന്വേഷണത്തിലാണ് സസ്പെൻഷൻ വന്നത്. 700 ബിഘ ഭൂമി ഇങ്ങനെ ഇയാൾക്ക് അവിടെ ഉണ്ട്. പല ബംഗ്ലാവുകൾ ലക്നൗവിൽ ഇയാൾക്ക് സ്വന്തമായിട്ടുണ്ട്. പിന്നെ ഉത്തർപ്രദേശിലാണെങ്കിൽ യോഗി ആദിത്യനാഥ് 11 IASകാരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടോയെന്ന് ആലോചിച്ച് നോക്കൂ. മൊത്തം സർവീസിൽ 11 പേര് സസ്പെൻഷനിലാണ് അവിടെ ഈ അഴിമതിയുടെ പേരിൽ. അതെ സാർ, ഞാൻ സിവിൽ സർവീസ് ആസ്പിറൻ്റ് ആയിരുന്ന ആളാണ്. അതിലുള്ള GS പേപ്പറിനകത്തുള്ള പ്രധാനപ്പെട്ട ഒരു പേപ്പർ, ജനറൽ സ്റ്റഡീസ് പേപ്പറിനകത്തുള്ള എത്തിക്സ്, ഇൻറ്റഗ്രിറ്റി, ആപ്റ്റിറ്റ്യൂഡ്, ഈ 3 കാര്യങ്ങളെ പറ്റിയിട്ടും ഈ 3 വിഷയങ്ങളും സംബന്ധിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടാണ് സിവിൽ സർവീസ് എഴുതി പാസ്സാവുന്നത്. 1 in a million ഈ സിവിൽ സർവീസിൻ്റെ ചാൻസ് എന്ന് പറയുന്നത്.
10 ലക്ഷം പേരിലേറെ എഴുതുന്ന പരീക്ഷയിൽ നിന്ന് ആകപ്പാട് സർവീസിലേക്ക് എത്തുന്ന 1000 പേര് താഴെയാണ്. അപ്പോൾ വേക്കൻസി വളരെ കുറവാണ്. 1 in a million എന്ന് പറഞ്ഞാൽ വളരെ പാടുപെട്ടാണ് ഇവിടെ എത്തുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പാടുള്ള പരീക്ഷയാണ്. ചൈനയിലെ ഹയർ എഡ്യൂക്കേഷൻ എക്സാമിനേഷനാണ് ലോകത്തിലെ ഏറ്റവും ടഫസ്റ്റ് എക്സാമിനേഷൻ. രണ്ടാമതായിട്ട് അതെ ഇന്ത്യയിലുള്ള പക്ഷെ പാർട്ടിക്കാർക്കല്ലേ കൊടുക്കുള്ളൂ. അതെ അവിടുത്തെ ഒരു ഹയർ എഡ്യൂക്കേഷൻ എക്സാമിന് ഇത്രയും വലിയ പോപ്പുലേഷനുള്ള രാജ്യമല്ലേ, അതുകൊണ്ടാണ്. പക്ഷേ ഇന്ത്യയിലെ ഈ പറയുന്ന രണ്ടാമത്തെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പാടുള്ളത് ലോകത്തിലെ തന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ പാടുള്ള എക്സാമിനേഷനാണ് സിവിൽ സർവീസ്. ഇത് നമ്മൾ പാസ്സാവാൻ വേണ്ടി എഴുതുന്ന പ്രധാനപ്പെട്ട ഒരു ആർട്ടിക്കിളായിരിക്കും. എന്തുകൊണ്ട് വലിയ പ്രയാസമൊന്നുമില്ല പാസ്സാവാൻ എന്നല്ലേ അടുത്ത കാലത്തൊരു ഗേദ്കർ ഒരു പൂജ ഗേദ്കറിൻ്റെ സംഭവത്തിൽ നിന്ന് അതിനെ തുടർന്ന് ഡൽഹിയിലെ പല ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുമൊക്കെ ഇങ്ങനെ ഈ പേപ്പർ ചോർച്ച ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തു വന്നു. സമീപകാലത്തൊരു റിപ്പോർട്ട് ഈ വ്യാജരേഖകളും കൊടുത്തൊക്കെ IAS നേടിയവരുടെ ചിലർ തന്നെത്താനെ പോയിട്ടുണ്ട്. ആ പട്ടികയിൽ കേരളത്തിൽ ഒരാളുണ്ട് എന്നും റിപ്പോർട്ടുകളിൽ പറഞ്ഞിട്ടുണ്ട്. ആളുടെ പേര് പറഞ്ഞിട്ടില്ല. അത് ഇടയ്ക്ക് അദ്ദേഹത്തിനെതിരെ നടപടിയൊക്കെ വരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു വാർത്തകൾ. ആ പേരും ഞാനിപ്പോൾ ഓർക്കുന്നില്ല. പക്ഷേ എന്തായാലും സിവിൽ സർവീസ് എക്സാമിനേഷൻ അത്ര ഞാൻ പറയുന്നില്ല. ഓക്കെ, വലിയ പാടുള്ള എക്സാം ആണ് എന്നുള്ളതിൽ സംശയമില്ല സാർ. കാരണം അത്രയും ബുദ്ധിമുട്ടിയാണ് അത് പാസ്സാകുന്നത്. ഒരുപാട് പഠിക്കാനുണ്ട്. ആ പഠിച്ച കാര്യത്തിൽ തന്നെ വലിയ ക്ലാരിറ്റി വേണം. 3 മണിക്കൂർ കൊണ്ട് നമ്മളുടെ ഏതാണ്ട് 2500 വേർഡ്സ് എഴുതാൻ കഴിയുന്ന രീതിയിലുള്ള വലിയ ഒരു പരീക്ഷയാണ്. 2500 4000 വരെയുള്ള വേർഡ്സിൽ എഴുതി ഫലിപ്പിക്കണം കാര്യങ്ങളെല്ലാം തന്നെ. അപ്പോൾ അത്രയ്ക്ക് ടഫസ്റ്റ് എക്സാമിനേഷൻ ആണ് എന്നുള്ളത്. നമ്മളവിടെ പഠിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ് ആൻറ്റി കറപ്ഷൻ, ആൻറ്റി ഡൗറി, ഈ കാര്യങ്ങൾ. പക്ഷേ ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് ഇവർ ആദ്യം ചെയ്യുന്ന പരിപാടികൾ ഇതൊക്കെയാണ്. അത് ഈ പറയുന്ന കേസിൽ തന്നെ സാറ് പറഞ്ഞ IFS ഉദ്യോഗസ്ഥനായിരുന്നു, IFOS, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ ഓൾ ഇന്ത്യ സർവീസിൽ തന്നെ പെടുന്നതാണ്. പക്ഷേ മറ്റൊരു വിഭാഗത്തിലുള്ളതാണ്. അതിൽ നിന്ന് എന്തുകൊണ്ട് IASലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിലേക്ക് മറ്റേ വനം വകുപ്പ് ബെസ്റ്റാണല്ലോ. അതെ, വെളുപ്പിച്ചിട്ടായിരിക്കും ഇങ്ങോട്ട് വന്നത്. ഉണ്ടായിരുന്നപ്പോഴും ഈ പരിപാടി ആയിരിക്കാം സ്വാഭാവികമായിട്ടും. നമ്മുടെ കേരളത്തിലുണ്ടായിരുന്ന ഒരു IPS കാരൻ തമിഴ്നാട്ടിലായിരുന്നു പോസ്റ്റിംഗ് കിട്ടിയത്. അദ്ദേഹത്തിന് IAS വേണമെന്ന് തോന്നിയിട്ട് പരീക്ഷ എഴുതി, പരീക്ഷയ്ക്ക് കോപ്പി അടിച്ചു, ചെവിയിലൊരു ഹിയറിംഗ് എയ്ഡ് പോലത്തെ ഒരു സാധനം വെച്ചിട്ട് അതിൻ്റെ സഹായത്തോടു കൂടി എഴുതി. അയാളുടെ ഭാര്യ അടക്കം സുഹൃത്തുക്കളടക്കം ജയിലിലാവുകയൊക്കെ ചെയ്തു. IPS ഉണ്ടായിരുന്ന സർവീസ് കൂടെ പോയി IAS ആവാനും പറ്റിയില്ല. അങ്ങനെ വലിയ IB-കാരാണ് പിടിച്ചത് ഈ പറയുന്ന തട്ടിപ്പ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ആൾക്കാർ, നിരവധി ആൾക്കാർ ഈ പറയുന്ന കേസുകളിൽ പലതിലും പിടിയിലാവുന്നുണ്ട്. IAS-കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ശമ്പളം കൊടുക്കുന്ന, വലിയ സൗകര്യങ്ങൾ കൊടുക്കുന്ന ഒരു സർവീസ് സെക്ടറാണ്. അത് പബ്ലിക് സർവൻ്റ് തന്നെയാണല്ലോ. എന്തുകൊണ്ടാണ് ഇത്രയും സേവനത്തിന് ഇത്രയും വലിയ പണം കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ മാന്യമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. വലിയ ശമ്പളവും കാറും ഡ്രൈവറും ബംഗ്ലാവും എല്ലാം കൊടുക്കുന്നത് മാന്യമായിട്ട് ജീവിക്കണം, അവൻ കൈക്കൂലി വാങ്ങിക്കരുത്, മറ്റ് പരിപാടികൾക്ക് പോകരുത് എന്നുള്ളതുകൊണ്ടാണ്. അധ്യാപകർക്കും അതുകൊണ്ടാണ് UGC ഇത്രയും വലിയ ശമ്പളം കൊടുക്കുന്നത്. പക്ഷേ ഈ പറയുന്ന സിവിൽ സർവീസ് സർവൻറ്റുകളുടെ എല്ലാം മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ കൈക്കൂലിയും ഇത്തരത്തിൽ സ്വതന്ത്ര പക്ഷപാതവും ഈ പറയുന്ന വേണ്ടാത്ത പല പരിപാടികളും ചെയ്യുന്ന നിരവധി ആൾക്കാർ ഇതുണ്ടെന്നാണ്. ഇതിന് ഒരു അറുതി ഉണ്ടാവില്ല ഇന്ത്യയിൽ. അറുതി ഉണ്ടാവില്ല. അതെന്താണെന്ന് വെച്ചാൽ ഈ പൈസയുടെ കാര്യം പറഞ്ഞപ്പോൾ മുമ്പ് ഞാൻ തിരുവിതാംകൂറിലെ ജഡ്ജിയുടെയൊക്കെ ശമ്പളം വായിച്ചിരുന്നു. ആ കാലത്ത് തന്നെ 1 ലക്ഷം രൂപയൊക്കെ കൊടുത്തതായിട്ട് പഴയ എന്ന് പറഞ്ഞാൽ ഈ അഴിമതി നടത്താതിരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ. ഈ പണം കയ്യിൽ കൂടുതൽ വരുന്തോടും ഈ സംസ്കൃതത്തിൽ ഈ കാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രതി മാത്രമല്ലല്ലോ, ഈ ആഗ്രഹങ്ങൾക്ക് പൊതുവെ പറയുന്നതാണ്. അത് കൂടിക്കൊണ്ടിരിക്കുകയുള്ളൂ ഇത്തരം ആളുകൾ. കാരണം ഇതുപോലത്തെ ഈ എന്താ പറയുക, ഒരു കഥാപാത്രം ഈ പൈസയുടെ പിന്നാലെയാണ്. അവിടെ പിന്നെ റെയ്ഡ് നടന്നപ്പോഴും 47 ലക്ഷം ഉണ്ടായി. ഇയാൾ ഈ IAS കരിയറിൽ മൊത്തം ഉണ്ടായിരുന്നെങ്കിൽ എത്രമാത്രം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പിടിക്കപ്പെടുമായിരിക്കും. പക്ഷേ ഇങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് ഈ ഇതാണിത്, ഈ കാമം എന്ന് പറയുന്നതാണ്, ആർത്തി, ദുര എന്നൊക്കെ പറയുന്നത്. അത് പൈസ കൂടുന്തോറും ഇതൊന്നും പോരാ, പണത്തിൻ്റെ ഒരു സാഗരം വേണം, ആ സാഗരത്തിൽ മുങ്ങി മരിക്കണം എന്ന് ആഗ്രഹിക്കും. അതാണല്ലോ ഈ കാമത്തിൻ്റെ പ്രശ്നം. അത് സമൂഹത്തിൽ നിന്നും മാറില്ല, വ്യക്തിയുടെ ജീവിതത്തിൽ നിന്നും മാറില്ല. വളരെ വിരലിൽ എണ്ണാവുന്ന ചില ആളുകൾ ഒക്കെ ഇത്തരം സർവീസുകളിലൊക്കെ ഈ ആദർശശാലികളും ഗാന്ധിയന്മാരും ഒക്കെ ആയിട്ടൊക്കെ കാണപ്പെടുള്ളൂ. നമ്മുടെ നാട്ടിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട ആളിനെതിരെ IAS-ൽ സ്പൈസസ് ബോർഡ് ചെയർമാനായിരുന്നപ്പോൾ CBI അന്വേഷണം നടന്നിട്ടുള്ളതാണ്. ഒരുപാട് ആരോപണങ്ങളുള്ള ഒരാളാണ്. ഇവിടെ തന്നെ ഉള്ള ഒരു ഉന്നതൻ്റെ
പശ്ചാത്തലമൊക്കെ അത് നോക്കിയാൽ വളരെ മോശമാണ്. അപ്പോൾ ആ സർവീസിൽ അത്തരം ധാരാളം ആളുകൾ ഉണ്ട്. പിന്നെ കൺഫർ ചെയ്ത ഒരാളായിരുന്നില്ലേ ആ ശിവശങ്കർ എന്ന് പറഞ്ഞ തടവിലൊക്കെ പോയി കിടക്കേണ്ടി വന്നതൊക്കെ. അപ്പോൾ ഇതൊക്കെ ഒരു എന്താ പറയുക, ലളിത ജീവിതം എന്ന് പറഞ്ഞൊരു സംഗതി ശീലിക്കുമ്പോൾ മാത്രമേ ഇത് നടക്കുള്ളൂ. ധാർമ്മിക ജീവിതം, നിങ്ങൾ എത്തിക്സ് എന്നൊരു വാക്ക് നേരത്തെ പറഞ്ഞല്ലോ, അത്തരം മൂല്യങ്ങൾ എങ്ങനെ, അതായത് ഇന്ത്യയുടെ പാരമ്പര്യം എന്താണെന്ന് നോക്കുക. നമുക്ക് ഉണ്ടായിട്ടും വേണ്ട എന്ന് വെച്ച ആളുകൾ ഉണ്ടായിരുന്നൊരു രാജ്യമാണ്. അങ്ങനെ ഒരു രാജ്യം ലോകത്ത് വേറെയില്ല. അത്തരം മൂല്യങ്ങളൊന്നും ഇപ്പോഴത്തെ കാലത്ത് ആരും പാലിക്കുന്നില്ല എന്നുള്ളതിൻ്റെ തെളിവാണ്. ഇതിന് അറുതിയൊന്നും വരില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.